ഹലോ ഗായ്സ്, നമ്മുടെ ജിരിഫയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഫിറ്റ്നസ്സാണ് കേട്ടോ. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ, നമ്മുടെ ഫിറ്റ്നസ്സിനും ചലഞ്ചിലൊക്കെ പോയിട്ട് നല്ല 8-16 പണി കിട്ടിയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ വോയിസ് ഓവർ ചെയ്തിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഗെയിം കളിച്ചിട്ടാണ് നമ്മൾ തടി കുറച്ച് സെറ്റപ്പ് എടുത്തത്. അപ്പോൾ അതെന്തോ ചലഞ്ച് പോലെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം അതേ നമ്മൾ നല്ല ഫിറ്റ്നസ്സായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഫിറ്റ്നസ്സിന് മാത്രം ചിന്തിച്ച് ലെഫ്റ്റ് വിളിക്കണ്ടല്ലോ. നമുക്ക് എന്തായാലും നോക്കാം കേട്ടോ എന്തുവാ പറയണേന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും വേറെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ജസ്റ്റർ നമുക്ക് പുതിയ വല്ല പൈസ കിട്ടാനുള്ള വല്ല സ്കോപ്പാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ മോൺസ്റ്ററെ പിടിക്കണം എന്തോ കാര്യമായിട്ടാണ്. അപ്പോൾ എന്തോ പോലീസ് എന്തോ 10 കോടി റിവാർഡാണ് ഇട്ടിരുന്നത് കേട്ടോ. അപ്പോൾ പോലീസുകാർക്ക് പോലും കണ്ടുപിടിക്കാത്ത കേസാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോയെന്നാണ് പറയണത്. അപ്പോൾ അത്യാവശ്യമായിട്ട് ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് വരാൻ പറയുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ലെസ്റ്റർ കൂട്ടൻ്റെ വീട്ടിലേക്ക് തന്നെ പോകാം വേഗം. അപ്പോൾ നമ്മുടെ RC ബൈക്ക് എവിടെ കിടക്കണേ? ഓക്കെ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ RC കാണാത്തവരാണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞില്ല കേട്ടോ. നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ എങ്ങനെയാണ് ഇട്ടേന്നുള്ളത് പറഞ്ഞില്ല. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ ഈ പ്രാവശ്യം ഇട്ടോളൂ ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാലേ നിങ്ങളുടെ ഓരോ കമൻറ്റ് എനിക്ക് വിലപ്പെട്ടതാട്ടോ. നിങ്ങളുടെ ഓരോ കമൻറ്റ് തരുമ്പോഴേ എനിക്ക് ഭയങ്കര ഊർജ്ജമാണ് കിട്ടണത് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് വരാം. നമുക്ക് എന്തായാലും നമ്മുടെ ലെസ്റ്റർ കൂട്ടൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ ഇവിടുന്ന് ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ. നമുക്ക് എന്തായാലും വേഗം പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ RC 390 ഒക്കെ ഉണ്ട്, പിടച്ചില്ലേ, നല്ല അത്യാവശ്യം സ്പീഡ് തന്നെയാട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ വർണ്ണിക്കാൻ പറ്റിയില്ല. നമ്മളെന്തായാലും വർണ്ണിക്കണില്ല കേട്ടോ. കൂടുതൽ നമുക്ക് വർണ്ണിച്ച് ഒന്നില്ലാണ്ടാവും. അപ്പോൾ ഇതേ നമ്മുടെ ലെസ്റ്ററിൻ്റെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് ആരും അടിച്ചുകൊണ്ട് പോയില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മുടെ ലെസ്റ്ററിൻ്റെ വീടൊക്കെ തന്നെയല്ലേ, ആരും അടിച്ചുകൊണ്ട് പോകുന്നില്ല. അടിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ തേടി പോയി കണ്ടുപിടിക്കട്ടെ, അത് വേറെ കാര്യം. ലെഫ്റ്റർ കൂട്ട എവിടെയാണ് നീ അകത്തേക്ക് അകത്തേക്ക് വരാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അകത്ത് കയറി പോകാം. അല്ലാത്ത സമയത്ത് നമ്മൾ ചോദിച്ചിട്ടൊന്നല്ല വരാൻ, എന്നാലും ഒരു ഫോർമാലിറ്റി പോലെ. അപ്പോൾ ഇത് നമ്മുടെ ലെസ്റ്റർ കൂട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഏതൊരു വില്ലേജിൽ ഏതൊരു മോൺസ്റ്ററിൻ്റെ അറ്റാക്ക് വരുന്നുണ്ടെന്ന് പറയണം. അപ്പോൾ കുറേ പേരെ കടിച്ച് കൊണ്ടുപോയി തിന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറേ പേര് പേടിപ്പിക്കുകയും ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആൾക്കാർക്കാണെങ്കിൽ റിച്വലിൻ്റെ പരിപാടിയൊന്നും ഇല്ല, എന്നാൽ പേടിയാണ്. ഈ മോൺസ്റ്റേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, എന്തോ വില്ലേജ് ആൾക്കാരാണ്, എന്നാൽ നമുക്ക് പേടിയൊക്കെയാണ്. അപ്പോൾ എന്തൊരു സംഭവം എന്നറിയില്ല. പോലീസുകാർക്കാണെങ്കിൽ ഈ കേസിലേക്ക് ഇടപെടാൻ വലിയ കാര്യമില്ല. അപ്പോൾ ലോസ് ആൻജലസിലെ പോലീസ് 10 കോടിയാണ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഒഴിവാക്കി കഴിഞ്ഞാൽ മറ്റേ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ കുറേ പേര് മറ്റേ റിച്വലിൻ്റെ പരിപാടിക്ക് ചെന്നിട്ടും നമ്മുടെ മോൺസ്റ്ററിനെ അങ്ങനെ തിളയ്ക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ എന്തിട്ട് സീൻ അറിയില്ല. അപ്പോൾ നമ്മൾ പോയി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ലെസ്റ്ററാണ് പിന്നെ കൂടെ ഉള്ളത് കേട്ടോ. അപ്പോൾ പിന്നെ ലെസ്റ്ററിൻ്റെ കൂടെ ആരെങ്കിലും പോയാൽ മതി. സംഭവം ലെസ്റ്റർ ഒറ്റയ്ക്ക് പോയാലും സംഭവം റെഡി ചെയ്യും. പക്ഷെ അവനിപ്പോൾ വയസ്സായില്ല കേട്ടോ. അവനിപ്പോൾ നടങ്ങി എപ്പത്താനാ. അപ്പോൾ പിന്നെ ഫ്രാങ്ക്ലിനെ കൂടി വിളിക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ 10 കോടിയാകുമ്പോൾ 5 കോടി അവരും 5 കോടി നമുക്കും എന്നുള്ള സ്കീമിലാണ് കേട്ടോ നമ്മുടെ ലെസ്റ്റർ കൂട്ടം പറയണേ. അപ്പോൾ നമ്മുടെ കയ്യിലാണെങ്കിൽ ഒന്നാമത് 10ൻ്റെ പൈസ ഇല്ല കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ തൊഴിലൊക്കെയാണ് സുഖം, കുറച്ചുകൂടി ഇല്ലേ എളുപ്പമില്ലാണങ്ങാണ്ട് എങ്ങനെ പണിയെടുത്ത് ജീവിക്കാം, അതൊക്കെ അത്രയുള്ള കഴിച്ചു. പക്ഷേ ഫ്രാങ്ക്ലിൻ കുറേ സമ്പാദിച്ചതാട്ടോ. പിന്നെ കുറച്ച് ദൂർത്തലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഷിൻചാൻ എന്തായാലും വന്നിട്ടില്ല, നമ്മുടെ ജോബ് അവിടെ വീട്ടിൽ വെച്ചേക്കാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മളെന്തായാലും സീരിയസ് ആയിട്ടുള്ള മിഷന് വേണ്ടി പോകല്ലേ, കുറേ നാളായില്ലേ മിഷൻ ഇറങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി തിരിച്ചിട്ടാൽ നമ്മുടെ ലെസ്റ്റർ കൂട്ടന് കയറാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഓ ഗായ്സ്, നമ്മുടെ ലെസ്റ്റർ കൂട്ടന് എന്തായാലും കയറാൻ പറ്റുമെന്ന് തോന്നല്ലേ. നമ്മുടെ സീറ്റ് ചെറുതാട്ടോ നമ്മുടെ ലെസ്റ്റർ കൂട്ടിന്. അപ്പോൾ ലെസ്റ്ററാണെങ്കിൽ ദേഷ്യം വരണ്ടാ, എനിക്കിതിൽ കയറാൻ പറ്റില്ല, നീ ആ വാൻ എടുത്തേ, എന്നാലേ പോകാൻ പറ്റുള്ളൂ, ഈ വലിയ കൊത വെച്ച് എനിക്കതിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രാങ്ക്ലിൻ പറയുന്നുണ്ട്, ഇടാ മോനെ ഒന്ന് തടി കുറയടാ, എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ പറയുന്നുണ്ട്, വയസ്സായില്ലേ ഉണ്ണിയെ, നീ ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല, തൽക്കാലം നമുക്ക് ഈ വാനിൽ പോകട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വാൻ എടുത്ത് ഓടിക്കാം, നമ്മുടെ ലെസ്റ്റർ ഓടിക്കണമെങ്കിൽ കണക്കാവും കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ വാനിവിടെ വെച്ചാൽ നമുക്ക് എന്തായാലും നമ്മുടെ RC ബൈക്കോടെ വെച്ചിട്ട് പോകാം. എന്തായാലും ആരും എടുത്തിട്ട് പോകുന്നില്ല. നമ്മുടെ ലെസ്റ്ററിനോട് വണ്ടി ഓടിച്ച് ശരിയാവില്ല, ഈ കാലത്തൊന്നും എത്തില്ല കേട്ടോ. ലെസ്റ്ററിനാണെങ്കിൽ ഇങ്ങനത്തെ വണ്ടിയോട് ഭയങ്കര ക്രേസാട്ടോ, നമ്മുടെ വിൻറ്റേജ് വണ്ടികളോടൊക്കെ. പിന്നെ അവനിങ്ങനെ അവന് വേറെ ഈ വീട് നോക്കണ്ട കേട്ടോ, അവന് കുറേ ഗരാജും കാര്യങ്ങളൊക്കെ ഉണ്ട്, സീക്രട്ട് ഗരാജുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അറിയണ കാര്യങ്ങളായ കാരണം കുഴപ്പമില്ല. അപ്പോൾ അവന് ഇതിനാണ് കൂടുതൽ വിൻറ്റേജ് കളക്ഷനും സൂപ്പർ കാർസൊക്കെ ഉള്ളതാണ്. പിന്നെ അവന് എപ്പോഴും നല്ല പൈസ കിട്ടും, എങ്ങനെ പോയാലും ഹാക്കിങ്ങിൽ കൂടെ എങ്ങനെ പോയാലും അവന് പൈസ കിട്ടും കേട്ടോ. അപ്പോൾ അത് കാരണം അവന് വലിയ വിഷയം കാര്യങ്ങളൊന്നും ഇല്ല, നമുക്കാണ് പിന്നെ വിഷയമുള്ളത് കേട്ടോ. എന്നാലും നമുക്ക് കുഴപ്പമില്ല, തട്ടിമുട്ടി ജീവിക്കാനുള്ള പൈസ നമ്മുടെ ലെസ്റ്റർ കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ഒപ്പിച്ച് തരും കേട്ടോ. അതിൻ്റെ പേരിലാണ് നമ്മളിങ്ങനെ മച്ച ബന്ധമായിട്ട് നടക്കുന്നുണ്ടോ. അപ്പോൾ വീട്ടിലെ വിഷയമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ, ഇതൊക്കെയല്ലേ ലൈഫിലെ ഏത് മൂഡ്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം നമുക്ക് വില്ലേജ് പോയി ഇൻസ്പെക്ട് ചെയ്യാം.
അപ്പോൾ എന്നിട്ട് കാര്യങ്ങളൊന്നും നമുക്ക് ശരിക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ലെസ്റ്ററാണ് പറഞ്ഞത്, നമുക്ക് ലൊക്കേഷൻ തന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ വില്ലേജിലേക്ക്. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് തോക്കും കാര്യങ്ങളൊക്കെ മേടിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോൺസ്റ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്തായാലും വെടിവെച്ച് കളയണം, എങ്ങനെ നമ്മൾ അറ്റാക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ നമുക്ക് എന്തായാലും വെടിവെച്ച് കളയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇവിടെയാണെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ഗൺ ഷോപ്പ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഗൺ ഷോപ്പിൽ പോകാം, നമ്മുടെ ലെസ്റ്ററിനോട് നിർത്താം. ഇങ്ങനെ കണ്ട് ഇതാക്കണ്ട, എന്തായാലും ഇതിലൊക്കെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതെ നമ്മുടെ ഗ്യാങ്ങോടൊക്കെ ഉണ്ട് കേട്ടോ, മിക്കവാറും ഗ്യാങ്ങിനെയും തോട്ടി മേടിച്ച് അടി മേടിക്കാന്നുള്ള സ്കീമിനാന്ന് തോന്നുന്നുണ്ട്. ഇവരെ നമ്മളെ കണ്ടെടുത്തുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും വേഗം പോവാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഗൺ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ സ്നൈപ്പറാണ്. സ്നൈപ്പർ കിട്ടാവോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അതേ ചോദിച്ചൊക്കെ നമുക്ക് എന്താ അവിടുത്തെ കാര്യങ്ങളുള്ളതൊക്കെ. ഓക്കെ ഗൈസ്, ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷൂട്ട് ഔട്ടിൽ ജയിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്നൈപ്പർ ഫ്രീ ആയിട്ട് തരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതെന്തായാലും നല്ല കാര്യം പോയി, നമ്മുടെ കയ്യിൽ ഇപ്പോൾ എടുക്കാൻ 10ൻ്റെ പൈസ ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഷൂട്ട് ഔട്ട് ചെയ്താലോ, അതായത് കുറച്ചുകൂടി നല്ലത്. എന്തായാലും പൈസ എടുക്കാനില്ല, നമ്മൾ ലെസ്റ്ററിലാണെങ്കിൽ പൊട്ടും പൈസ ഉണ്ടാവില്ല കേട്ടോ, ക്യാഷ് ആയിട്ട് ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ നമ്മൾ ആളുടെ ഫുൾ ഓൺലൈൻ മണിയാണ്. അപ്പോൾ അതേ നമ്മളത് ഷൂട്ട് ഔട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ജയിച്ചിട്ട് തന്നെ പോകട്ടെ ഇവിടെ നിന്ന്. അപ്പോൾ അതേ ഹാൻഡ് ഗൺസ്, സബ്മെഷീൻ ഗൺസ്, അസാൾട്ട് റൈഫിൾ, ഷോർട്ട് ഗൺസ് എടുക്കാം കേട്ടോ. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതിന് അത്യാവശ്യം പവർ ഉണ്ടാവും തോന്നുന്നുണ്ട്. ഇതാണ് നമ്മുടെ തോക്കുകൾ. അപ്പോൾ നമുക്ക് ഇതിലൊരു സെറ്റിങ്സൊക്കെ സെറ്റ് ചെയ്യാം. 5000 പോകട്ടെ, എന്നിട്ടാണോ നമുക്ക് എന്തായാലും ഓക്കെ കൊടുത്താൽ ആദ്യം കൊടുത്തോക്കാം കേട്ടോ. നമുക്ക് എന്തായാലും നമുക്ക് സെറ്റാക്കി എടുക്കണം. അപ്പോൾ പവറല്ലേ ഗൈസ്, അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്തോളാം. അപ്പോൾ ഇത് ഞങ്ങൾ പവറായിട്ട് നിൽക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളിത് അങ്ങനെ മിഷൻ പാസ്സായിട്ടാ. അപ്പം നമുക്ക് അതിന് ആ ഗണ്ണൊക്കെ ഫ്രീ ആണ്, നമ്മൾ ഉദ്ദേശിച്ച ഗണ്ണൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നമ്മുടെ ഗണ്ണ് മേടിച്ചിട്ട് വരാം. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നമ്മുടെ ഗൺ ഷാപ്പിലാണ് നമ്മളുള്ളത് കേട്ടോ. ഗൺ ഷാപ്പേ, ഗൺ ഷോപ്പ്. അപ്പോൾ എന്നിട്ടാ അതായത് ലെസ്റ്റർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഫ്രീ ഗണ്ണ് കിട്ടാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ലെസ്റ്റർ പറയുകയാണെങ്കിൽ നിനക്ക് അപ്പോൾ എന്തിനാ ഇത് വീഡിയോ വെച്ചെടുത്ത് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെറുതെ ഒരു ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ലെസ്റ്റർ പറയുന്നുണ്ട് കുഴപ്പമില്ല, എന്തായാലും എൻ്റെ പൈസ ലാഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ നമുക്കാണെങ്കിൽ നേരിട്ട് ചോദിച്ചാൽ മതിയായിരുന്നു, വെറുതെ നമ്മൾ സമയം കളഞ്ഞു കേട്ടോ. അന്നേരം നല്ല രസമായിരുന്നു, പെട്ടെന്ന് പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സമ്മാനമായിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇതിൽ ഏത് സ്നൈപ്പറാണ് വേണ്ടേ? ഏതെങ്കിലും ഒരു സ്നൈപ്പർ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കത് ഒരു സ്നൈപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം അവിടെ നിന്ന്. അപ്പോൾ നമുക്ക് വേഗം പോവാം കേട്ടോ. ഇനി എന്തിട്ട് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി അവിടെ നമ്മുടെ വില്ലേജിൽ പോകണം. എന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ അറിയണം. നമ്മളിത് ബ്രീഫ് കേസിലാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ സ്നൈപ്പറാണ്, വലിയ വിഷയം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇനി ലെസ്റ്റർ മുടന്തി നടന്നു വരുമ്പോഴേക്കും നാളെ ഔട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോവാം. നമ്മൾ ലെസ്റ്റർ എന്താണ് നമ്മൾ ബാക്കിലിരിക്കണ ഫ്രണ്ടിലിരിക്കാൻ താല്പര്യമില്ലേ? നമ്മളോട് എനിക്ക് അത്ര വെറുപ്പാണോ എന്തിൻ്റെയാണോ എന്നറിയില്ല കേട്ടോ. നമ്മുടെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പോവാം. ചിലവർക്ക് പൈസനോടായിരിക്കും ഇഷ്ടം, ചിലവർ ഗേൾസിനോടായിരിക്കും ഇഷ്ടം, ചിലവർ മദ്യത്തിനോടും ലഹരിയോടാണ് ഇഷ്ടം. നമ്മളെല്ലാം ഇഷ്ടം GTA 5 ഇട്ടാ. അതൊക്കെ അത്ര ഉള്ളൂ ഗൈസ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഗൈസ്, നമ്മുടെ ഇതുവരെ നമ്മുടെ കൂട്ടുകാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വില്ലേജിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ലെസ്റ്ററിനെ ഞാൻ ഫ്രണ്ടിൽ കയറ്റിയിരുത്തി, എനിക്ക് ദേഷ്യം വന്നു കേട്ടോ ബാക്കിലിങ്ങനെ കണ്ടിട്ട്. അപ്പോൾ നമ്മളെന്തായാലും ഫ്രണ്ടിൽ കയറ്റിയിരുത്തിയിട്ടുണ്ട് പിടിച്ചേനേട്ടാ. അപ്പോൾ അതേ നമ്മളിത് നമ്മുടെ ഉദ്ദേശിച്ച ഒരു വില്ലേജിൽ എത്താറായി. എന്നാലും ഏത് വില്ലേജാണാവോ? ഏത് വില്ലേജാണോ? പക്ഷെ ഇവിടെ നല്ല കാമൻ കോയിട്ടുണ്ട്. അത് ഈ വില്ലേജാന്ന് തോന്നുന്നുണ്ട്. ഇതിനപ്പുറത്തൊരു വില്ലേജ് ഉണ്ട് കേട്ടോ, ചെറിയ വില്ലേജാണ്. പിന്നെ അവർക്ക് എന്നോട് 10 കോടിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇവരിൽ അത്ര ആസ്തി ഉണ്ടാ. നമ്മൾ ലോസ് ആൻഡോസിൽ പോലീസാണ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ എന്തായാലും കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ലെസ്റ്റർ അവിടുത്തെ ഹാക്ക് ചെയ്തെല്ലാം കളയായിരിക്കും കേട്ടോ. നമ്മുടെ ലെസ്റ്ററിന് എന്തായാലും ആ പോലീസുകാർക്ക് പേടിയാണ്. അപ്പോൾ എന്തായാലും അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോയിൽ വരാം ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട്. അപ്പോൾ ശരി, ബൈ.